ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 42 തുടർമാനമായി നമുക്ക് കേൾക്കാം. നോക്കൂ, യേശുക്രിസ്തു ന്യായപ്രമാണം നമുക്ക് വേണ്ടി നിവർത്തിച്ച് തൻ്റെ രക്തത്താൽ പുതിയ നിയമം സ്ഥാപിച്ച് അത് ഉറപ്പിച്ചിട്ടുള്ളതാകയാൽ ഇനിയും അതിന് മാറ്റം വരാനോ വരുത്താനോ പാടുള്ളതല്ല. അതുകൊണ്ട് ഈ സുവിശേഷ വിപരീതമായി പറയുന്ന ഏത് സുവിശേഷകനും ശപിക്കപ്പെട്ടവനാണെന്നാണ്, നാശയോഗ്യനാണെന്നുമാണ് പൗലോസ് ഗലാത്യരോട് പറയുന്നതാണ് നമ്മൾ ഒടുവിൽ കേട്ടത്. നമുക്ക് മടങ്ങി വരാം. അതെ, ഈ കൾട്ടുകൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നവർ തന്നെയാണ്. അവർ കപട വേലക്കാരാണ്. ദൈവസഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ തള്ളിക്കളയുകയും തിരുവചനത്തിന് സ്വന്തം വ്യാഖ്യാനം നൽകുകയും അവർ മാത്രമാണ് യഥാർത്ഥ ദൈവസഭ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന മതഭേദങ്ങളാണ് ഇവയൊക്കെയും. പ്രധാന ഉപദേശങ്ങളായ തൃത്വം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, രക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വചനവിരുദ്ധമായ ഉപദേശങ്ങളാണ് ഇവർ പഠിപ്പിച്ചു വരുന്നത്. ചില പ്രധാന കൾട്ടുകളിലേക്ക് നമുക്ക് വരാം. അവയിൽ ആദ്യത്തേതാണ് യഹോവ സാക്ഷികൾ, മറ്റൊന്ന് ശബത്തുകാർ, മൂന്നാമതായി ക്രിസ്ത്യൻ സയൻസ് എന്നറിയപ്പെടുന്നത്, മറ്റൊന്ന് സയൻറ്റോളജി എന്നത്, കൂടാതെ മോർമോൺ, ക്രിസ്റ്റാൻഡൽ ഫിയൻസ്, യുയോമർ, അതുപോലെ യൂണിഫിക്കേഷൻ ചർച്ച്, ദ വേ ഇൻ്റർനാഷണൽ എന്നിങ്ങനെ നിരവധി കൾട്ടുകളുണ്ട്. കൾട്ടുകൾക്കെല്ലാം പൊതുവായ ചില ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അവർ ബൈബിളിന് അവരുടേതായ വ്യാഖ്യാനം കൊടുക്കുന്നു. ചിലർ പുതിയ പരിഭാഷകളും ഉണ്ടാക്കുന്നുണ്ട്. ബൈബിൾ മാത്രമാണ് തങ്ങളുടെ ആധാരമെന്ന് അവർ ഉറക്കെ ആണയിട്ട് പറയുമെങ്കിലും ബൈബിളിനോടൊപ്പം പുതിയ ചില വെളിപ്പാടുകൾ കൂടി അവർ ഉൾപ്പെടുത്തുകയും ചെയ്യും. അവരുടെ അടുക്കിലേക്ക് വരുന്ന സാധാരണ ജനങ്ങൾക്ക് ബൈബിളിൻ്റെ ആഴങ്ങൾ അറിയാനോ പഠിക്കുവാനോ സാധ്യമാകാത്തതുകൊണ്ട് ഇവരുടെ പ്രശസ്തിയും പെരുമയും കണ്ട് ഇവർ അവരിൽ ആശ്ചര്യപ്പെട്ട് വീഴുകയാണ്. കൾട്ടുകൾ പൊതുവായി തൃത്വ നിഷേധികൾ തന്നെയാണ്. അവർക്ക് പലർക്കും യേശു ഒരു മനുഷ്യൻ മാത്രമാണ്. അവർക്ക് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമായി കാണുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവം മാത്രമാണ് അവരുടെ ദൈവം. തങ്ങൾ മാത്രമാണ് ദൈവമക്കൾ എന്നും തങ്ങളുടെ സഭയുടെ അംഗങ്ങളില്ലാത്ത ആരും നിത്യരക്ഷ അവകാശമാക്കുകയില്ലെന്നും അവർ പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. കൾട്ടുകൾക്ക് അവിടെ ദുരുപദേശം നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ അവരുമായി ഏറ്റുമുട്ടാൻ പോകരുതെന്നൊരു അഭിപ്രായമുണ്ട്. നമുക്ക് ഈ പറയപ്പെട്ട 9 കൾട്ടുകളെക്കുറിച്ച് ചെറുതായി ഒന്ന് മനസ്സിലാക്കാം. അവയിൽ ആദ്യത്തേതാണല്ലോ യഹോവ സാക്ഷികൾ. AD 325 നിക്യാ സുനഹദോസിൽ അറിയൂസ് എന്ന ചിന്തകൻ അവതരിപ്പിച്ച വാദഗതികൾ അന്ന് തള്ളിക്കളയപ്പെട്ടിരുന്നു. AD 1879 പാസ്റ്റർ റസൽ വാച്ചർ ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി രൂപവൽക്കരിക്കുകയും അറിയൂസിൻ്റെ ചിന്താഗതികൾ പഠിപ്പിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. 1931 ഇവർ യഹോവ സാക്ഷികൾ എന്ന പേര് സ്വീകരിച്ചു. അവിടെ പ്രധാന ദുരുപദേശങ്ങൾ എന്തൊക്കെയാണെന്നറിയണം. വാച്ച് ടവർ ബൈബിൾ സൊസൈറ്റി തയ്യാറാക്കുന്ന ബൈബിളും വ്യാഖ്യാനങ്ങളും മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തൃത്വത്തെ നിഷേധിക്കുക എന്നുള്ളതും. 3, ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമത്തേതായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നു. 4, അവർക്ക് നിത്യ നരകമില്ല, അതുപോലെ നിത്യ ശിക്ഷാവിധിയില്ല, സ്വർഗവുമില്ല. പർദീസായിൽ യഹോവ സാക്ഷികൾ മാത്രം മരണശേഷം രൂപാന്തരം പ്രാപിച്ച് അവിടെ വാഴും എന്ന് വിശ്വസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ വെളിപ്പാട് 7:4 കാണുന്ന 144,000 പേർ യഹോവ സാക്ഷിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. 1935 മുമ്പ് യഹോവ സാക്ഷികളായി തീർന്നവർ മാത്രം അതിൽ ഉൾക്കൊള്ളുന്നു. കൂടാതെ ദുഷ്ടന്മാർ മരണത്തോടെ ഇല്ലാതായിത്തീരുന്നു. കർത്താവ് മരിച്ചത് പാപത്തിന് പ്രായശ്ചിത്തമായിട്ടല്ല, ഏദൻ തോട്ടത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള അനുസരണ യാഗമാണെന്നും പഠിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.